ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവരും എന്തൊക്കെ പറയുന്നു, സുഖമാണോ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ ആക്ച്വലി എൻഡ് ചെയ്തില്ല. സറാണ്ടയുടെ നൈറ്റ് വ്യൂ വിഷ്വൽസൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി പോയി. പക്ഷേ ഭയങ്കര ഫണ്ണായിരുന്നു ഇന്നലെ. ബേസിക്കലി നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. നോക്കട്ടെ നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മൾ കുറച്ച് നേരം വെയിൽ കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബോട്ട് ട്രിപ്പ് ഉണ്ട്. ഇവിടുത്തെ ഒരു 5 ഹിഡൻ സ്പോട്ടുകൾ ഇങ്ങനെ ഐലൻഡൊക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫ്രണ്ടിൽ വ്യൂ. നേരെ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇങ്ങനെ ഫുള്ള് ഇതുപോലെ പ്രോപ്പർട്ടീസാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് വില്ല എറ എന്നാണ്. അടിപൊളി ബീച്ച് വ്യൂ ഉള്ള കിടിലൻ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നല്ല വെതറായതുകൊണ്ട് ആൾക്കാരെല്ലാം വെയിൽ കഴിയാൻ വന്നിട്ടുണ്ട്. നമ്മളും കുറച്ച് നേരം വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് ഇവിടെ വന്നേക്കാണ്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ ബോട്ട് ട്രിപ്പാണ് എടുത്തേക്കണം. ഈ ഇത്ര സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. 30 യൂറോയാണ് പെർ പേഴ്സൺ. നമ്മുടെ ഈ പൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 25 പൗണ്ട് നിയർലി വരും. അറൗണ്ട് 3 hours ഡ്രൈവ്. അതുപോലെ ബോട്ടിലും മ്യൂസിക്കൊക്കെ വെച്ചാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ബോട്ടൊക്കെ കയറി. പക്ഷേ ബോട്ടിലുള്ള വീഡിയോ എടുപ്പ് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്ര സേഫാന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്നോർക്കിൾ ചെയ്യണോ എന്തുകൊണ്ടും ചെയ്യാം. ജമ്പ് ചെയ്യാം, സ്വിം ചെയ്യാം. 20 minutes ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ ലൊക്കേഷൻ എത്തി. നമ്മളിനി ഇവിടെ ഒരു 1-2 മണിക്കൂർ നമുക്ക് ഹോൾട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ ആകെ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ സീസൺ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഒരു ഐലൻഡിൽ ഫുൾ ഫെസിലിറ്റി അല്ലേ. ഇപ്പോൾ നിലവിലൊരു ഷാക്ക് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്, ഒരു വാക്കിന് പോകുന്നോർത്ത്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. മസ്റ്റായിട്ട് അൽബനി വരുമ്പോൾ സറാണ്ടെ വന്നിട്ട് ബോട്ട് ട്രിപ്പ് എടുക്കുക. വെറുത്തിട്ടാണ്. അത് പല ഓപ്ഷൻസ് ഉണ്ട്. ചീപ്പായിട്ട് നോക്കിയെടുക്കാം, നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇഷ്ടംപോലെ കമ്പനികൾ ടൂർ എന്നാ പറയുക ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നോക്കിയെടുക്കുക. അടിപൊളിയാണ്. വ്യൂ ആണ്. പുറകിലുള്ള ഞങ്ങൾ വ്യൂ ഉണ്ടോ? വെള്ളമൊക്കെ നല്ല ആർക്കാലും നീന്താൻ തോന്നുന്ന രീതിയിലുള്ള വെള്ളമാണ്. അടിപൊളിയാണ്. നമ്മളിനിപ്പോൾ ഇവിടുത്തെ വിശേഷം കാണിക്കുന്നില്ല, വെറുതെ ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് ചില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസോ സ്പെഷ്യൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ് ഗൈസ്. പോവുകയായിരുന്നു. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി പരിപാടിയാണ്. കാരണം ഇവിടുന്ന് കൊണ്ടുപോയി നമ്മളിവിടെ കൊണ്ടുപോയി ഒരു ചെറിയൊരു ഐലൻഡ് കുറച്ച് സ്ഥലത്ത് കൊണ്ടെത്തി. അവിടെ നമ്മൾ ചില്ലൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകും.
പുറകെ കാണാണ് നമ്മുടെ ബോട്ട് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടി, ഇന്നത്തെ പരിപാടികൾ, ബോട്ട് ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. മസ്റ്റ് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇനി നമ്മൾ റൂമിൽ ചെല്ലുന്നു, അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ സറൗണ്ടിലോട്ട് പോകുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ട്. ഹലോ ഗൈസ്, എല്ലാരും എന്തൊക്കെ പറയുന്നു? സുഖാണോ? ഞങ്ങളിതേ ഇന്ന് ഞങ്ങളുടെ അൽബേനിയന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇതൊരു വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ വരുള്ളൂ. കാരണം ഇത് ഞങ്ങള് കുർജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു ഇവിടുത്തെ ഒരു ടൗൺ ആണ്, ഓൾഡിഷ് ടൗൺ ആണ്. അപ്പൊ അത് കാണാൻ പോവാണ്. അപ്പൊ അതിലേക്ക് പോകുമ്പോഴുള്ള വഴിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല നല്ല മഴയാണ്. കാരണം ഇത്ര ദിവസം പക്ഷെ ഞങ്ങൾക്ക് നല്ല വെതർ തന്നെ കിട്ടേ. ഇന്നൊരു മഴയുള്ള ക്ലൈമറ്റ് ആണ് ഗൈസ്. നല്ല രസമുണ്ട്, നല്ല വഴിയാണ്. ഒരു മലയുടെ മുകളിലോട്ടെങ്ങാണ്ട് കയറി പോകുന്നത്. ഒരു വില്ലേജ് ആണ്, ഒരു മലയുടെ മുകളിലാണ് ഈ വില്ലേജ്. തിരാന എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഞങ്ങൾക്ക് നൈറ്റ് 9:30 ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഇവിടെ കണ്ടിട്ട് പോകാമെന്ന്. മഴ മാറിയാ മതിയായിരുന്നു. നല്ല രസമുണ്ട് അല്ലേ, ഈ മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നൈസായിട്ടുള്ളൊരു കിടിലൻ ആംബിയൻസ് ഉള്ളൊരു ചെറിയൊരു വില്ലേജ്, ടൗൺ എന്നൊക്കെ പറയാം. അതാണ് സ്ഥലം. അത് മസ്റ്റ് വിസിറ്റാണ്. പഴയ ഒരു അൽബേനിയൻ സ്റ്റൈലുള്ള ഒരു കിടിലൻ സ്ഥലം. ഇവിടുത്തെ 7,000 അല്ല 700 ഇവിടുത്തെ ശ്രീയാവി ഇങ്ങനെ ബാഗ് ഇതൊക്കെ നോക്കിയാണ്. ഇവിടെ പിന്നെ നൈസ് ബോട്ടിൽസൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് സുവനീറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നൈസ് ബോട്ടിൽസൊക്കെ ഉണ്ട്. ഇവിടെ നന്നായിട്ട് വില പേശിയാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ചീപ്പായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടും. പക്ഷേ വില പേശണം, വെറുതെ പറഞ്ഞ പൈസക്ക് എടുക്കരുത് കേട്ടോ. ഈ സ്ട്രീറ്റുള്ള ഇഷ്ടംപോലെ സുവനീഴ്സും നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും, അടിപൊളിയാണ്. നമ്മളിത് പയ്യെ നമ്മുടെ കണ്ട സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാണ്. അത്യാവശ്യം നൈസാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ സമയം. നമ്മൾ ഇച്ചിരി ഹറിബറിയാണെന്ന്, നമുക്കൊന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു വ്ളോഗായിട്ട് വരുന്നില്ല, നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ കൂടെ ആയിരിക്കും വരുന്നത്. അത് ഞാൻ ആ വീഡിയോയ്ക്ക് മുമ്പ് പറയാം എന്തായാലും. അപ്പോൾ നൈസ് സ്ഥലമാണ്, അപ്പോൾ എല്ലാവരും വരിക. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. കുറിച്ചിയൊക്കെ കണ്ട് നല്ല രസമാണ്, നല്ല സ്ഥലമാണ്. ഷോപ്പിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, നല്ല വെറൈറ്റി കളക്ഷൻസ്. പിന്നെ ഓരോ കടയിലും ഓരോ പ്രൈസാണ്. നമ്മൾ ഒരു കടയിൽ കയറുമ്പോൾ അതിലും കുറഞ്ഞ കട അപ്പുറത്തെ കടയിൽ കിട്ടും. വില കുറച്ചുകൂടെ പേശിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ സാധനമൊക്കെ കിട്ടും നമുക്ക്. അതായത് 15 പറഞ്ഞ സാധനം 12 10 ഒപ്പിക്കാൻ നോക്കാം. അങ്ങനെയൊക്കെ കിട്ടും. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്, കിച്ചൺ ഐറ്റംസും ബാഗും. നമുക്ക് കണ്ട എന്തേലും മേടിച്ചിട്ട് പോരും അവിടുന്ന്. അങ്ങനെ ഒരു സ്ഥലമാണ്, നല്ലതാണ്. വൺ ടൈം ഇവിടെ വരുന്നവര് അവിടെ പോയെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അതിന് പൊക്കത്തില് കാസ്റ്റിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനി പോവാൻ സമയമില്ല, നല്ല കാശില്ല. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും പോയില്ല. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അൽബേനിയൻ ട്രിപ്സ്. നല്ലതായിരുന്നു. ആഫ്റ്റർ ലോങ് ടൈം ആണ് ഞങ്ങള് പിള്ളേരൊന്നും ഇല്ലാതെ പോയത്. ചിലരൊക്കെ ചോദിക്കും പിള്ളേരെ എന്നെ കൊണ്ടുവരാതെ നിങ്ങള് രണ്ടും മാത്രമാണ്. നമ്മുടെ ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയം നല്ലതാണെന്ന് ഞങ്ങൾക്കിപ്പോ തോന്നി. ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഞങ്ങൾ പറയാൻ തുടങ്ങി എവിടെയും പോകാം. പക്ഷെ നമുക്ക് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, വീട്ടിൽ പിള്ളേരെ നോക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ സേഫായി. അപ്പൊ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ എല്ലാരും എന്താ പറയാ, നല്ല പ്രായങ്ങളിൽ എൻജോയ് ചെയ്യാണ്. ഇപ്പോൾ എല്ലാവർക്കും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുണ്ട്, നമുക്കും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഒരു എന്താണ് പറയുന്നത്, ഒരു കോട്ട് എന്ന് പറയുന്ന പോലെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക. അതായത് നമ്മൾ കുറച്ച് നാളത്ത് കഴിഞ്ഞ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പോലും പറ്റില്ല. നമ്മളിപ്പോ സാറാന്റെ ബോട്ട് ട്രിപ്പായിരുന്നു. പക്ഷെ അവിടെ അവരത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർത്തത് നമ്മൾ ആ സമയങ്ങളിലല്ല പോകണ്ടേ. നമ്മൾ നമ്മുടെ നല്ല സമയങ്ങളിൽ പോവുക, നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക, എൻജോയ് ചെയ്യുക. ഇതൊക്കെ ഉള്ളു. കൂടിയ കോട്ട ഇത്രയൊക്കെ ഞങ്ങൾക്ക്
പറയാൻ അറിയുള്ളൂ guys. എത്രേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, ലൈഫ് ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നമ്മുടെ അൽബേനിയൻ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറെ ഒന്നും കാണിക്കുന്നില്ല, നമ്മൾ പോകുന്നൊക്കെ നേരത്തെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇങ്ങനെ യാത്ര തന്നെ കാണിച്ചിട്ട് അറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെയുള്ളൂ. എല്ലാരും അടിച്ചു വിളിക്കുക, എല്ലാരും കറങ്ങുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. Bye bye from Albania.